എൻ്റെ പേര് അഭിന. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മേക്കപ്പ് വീഡിയോ കൊണ്ടാണ്. ഒരു സ്പെഷ്യൽ മേക്കപ്പ് വീഡിയോ ആണ്. ഗണേശ് ചതുർത്ഥി വരാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ കുറച്ചൊരു ഫെസ്റ്റീവ് രീതിയിൽ മേക്കപ്പ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലിനും അല്ലെങ്കിൽ കുറച്ചൊരു ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യേണ്ട ഒരു ദിവസം ചെയ്യാവുന്ന ഒരു ലുക്ക് തന്നെയാണ് ഈ ചെയ്യുന്നത്. കുറെ പേർക്ക് സംശയം ഉണ്ടാവും ഈ ഗണേശ് ചതുർത്ഥി എന്താണെന്ന്. അതെന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു സെലിബ്രേഷൻ ആണ്. ലോർഡ് ഗണേശയുടെ ബർത്തിന്റെ സെലിബ്രേഷൻ ആണ് ഗണേശ് ചതുർത്ഥി എന്ന് പറയുന്നത്. ഈ ഒരു സെലിബ്രേഷൻ കണ്ടുവരുന്നത് ഗോവ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് അങ്ങനത്തെ ഓരോ റീജിയൻസിലാണ്. പക്ഷെ നോർമലി തമിഴ്നാട് അവിടെയൊക്കെ ആയിട്ടും ഇത് പ്രൈവറ്റ്ലി വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നവർക്കും പിന്നെ ഏത് തരം ഫെസ്റ്റീവ് സീസൺ സെലിബ്രേറ്റ് ചെയ്യുന്നവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാനിന്ന് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടാവും. അത്രയൊന്നും പണിയൊന്നും ഇല്ല. നമ്മൾക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ബയോടീക്കിൻ്റെ മോർണിംഗ് നെക്ടർ വിസിബിൾ ഫ്ലോലെസ് സ്കിൻ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫേസിൽ ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുഖത്ത് മാത്രമല്ല നമ്മളുടെ നെക്ക് ഏരിയയിലും കൂടെ അപ്ലൈ ചെയ്യേണ്ടതാണ്. സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് ഞാൻ മാക് ഇൻഫാലിബിൾ മാറ്റിഫൈങ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഓപ്പൺ പോഴ്സിലെ ഏരിയാസിലാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയി കിടക്കുന്നതായിരിക്കും. ലാക്മെ ഇൻവിസിബിൾ ഫിനിഷ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് 04 ആണ്. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വെച്ച് ഞാൻ ഡോട്ട് ആയിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഒരു വെറ്റായ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മളുടെ സ്കിന്നിന് ഏറ്റവും ആപ്റ്റായ ഷെയ്ഡ് തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ നല്ല ഫ്ലോലെസ് ആയിട്ട് കിടക്കുകയുള്ളൂ. നെക്ക് ഏരിയയെ ഒരിക്കലും മറക്കരുത്. നെക്ക് ഏരിയയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഒരു ഫൗണ്ടേഷൻ ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. അതിനുശേഷം ഞാൻ എൻ്റെ അണ്ടർ ഐസും കൂടെ കൺസീൽ ചെയ്യാൻ വേണ്ടി ഇതേ ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് കോൺടൂർ ചെയ്യാണ്. കുറച്ചൊരു ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കോൺടൂർ ചെയ്യുന്നത്. കുറച്ച് ചബ്ബി ആയിട്ടുള്ളവർക്കാണ് കോൺടൂർ ചെയ്താൽ ഏറ്റവും ഭംഗിയായിട്ടുണ്ടാവുക. ഞാൻ എൻ്റെ ചീക്സ്, ഫോർഹെഡ് ആൻഡ് ജോ ലൈൻ ഏരിയ ആണ് കോൺടൂർ ചെയ്തിരിക്കുന്നത്. അതൊരു നല്ല ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ കോമ്പാക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻ ദ ഷെയ്ഡ് പേൾ. ഇതൊരു ബ്രഷ് വെച്ച് ഞാൻ അപ്ലൈ ചെയ്യുകയാണ് എൻ്റെ ഫേസിൽ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ബേസ് ഒന്ന് സെറ്റായിട്ട് കിടക്കുന്നതായിരിക്കും. കൂടുതൽ ഓയിലി ആവാൻ സാധ്യതയുള്ള ഏരിയാസിൽ കുറച്ച് കൂടുതൽ കോമ്പാക്റ്റ് വെച്ച് സെറ്റ് ചെയ്യുക. അടുത്തതായിട്ട് ഞാൻ ഹുഡ ബ്യൂട്ടിയുടെ പാലറ്റിൽ നിന്ന് സാൻഡൽവുഡ് ഷെയ്ഡ് വെച്ചിട്ട് എൻ്റെ ക്രീസ് ഒന്ന് ട്രാൻസിഷൻ ചെയ്യാൻ പോവുകയാണ്. ആ ഒരു ട്രാൻസിഷൻ ഷെയ്ഡിന് ശേഷം ഞാൻ ബോസി എന്ന് പറയുന്ന കുറച്ചും കൂടെ ഡാർക്ക് പിഗ്മെൻറ്റഡ് ആയ ഷെയ്ഡ് വെച്ചിട്ട് ഒന്നും കൂടെ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ രണ്ട് ഷെയ്ഡാണ് എൻ്റെ ട്രാൻസിഷൻ ഷെയ്ഡ്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫുള്ളി എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഐഷാഡോ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ബോസി എന്ന് പറയുന്ന ഷെയ്ഡ് ഒരു ബുള്ളറ്റ് ബ്രഷിൽ എടുത്തിട്ട് എൻ്റെ ലോവർ ലാഷ് ലൈനിലും കൂടി ഒന്ന് സ്മോക്ക് ഔട്ട് ചെയ്യുകയാണ്. അടുത്തതായിട്ട് റോസ് ഗോൾഡ് എന്ന് പറയുന്ന ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഇന്നർ കോർണേഴ്സിലും മിഡിൽ ഏരിയയിലും ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഫിംഗേഴ്സ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഏറ്റവും പിഗ്മെൻറ്റഡ് ആയിട്ട് ഉണ്ടാവുക. അടുത്തതായിട്ട് ഞാൻ ഹിമാലയയുടെ കാജൽ അപ്ലൈ ചെയ്യുകയാണ്. എൻ്റെ ലോവർ വാട്ടർ ലൈനിലാണ് ഞാൻ കാജൽ അപ്ലൈ ചെയ്യുന്നത്.
അടുത്തതായി ഞാൻ ലാക്മേ ഇൻസ്റ്റ വാട്ടർ പ്രൂഫ് ലൈനറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ഐലൈനർ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ നോർമലായിട്ട് ജസ്റ്റ് എൻ്റെ അപ്പർ ലാഷ് ലൈനിലൊന്ന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ചൊരു തിക്കായിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ മാക്സ്ലാഷിൻ്റെ വാട്ടർ പ്രൂഫ് ബൊട്ടാനിക്കൽ മസ്കാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ലോവർ ആൻഡ് അപ്പർ ഐലാഷസിന് അപ്ലൈ ചെയ്യുകയാണ്. അടുത്തതായി എൻ്റെ ഐഷാഡോ പാലറ്റിൽ നിന്ന് ബ്ലാക്ക് ട്രഫിൾ എന്ന് പറയുന്ന ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്യാൻ പോവുകയാണ്. നോർമലായിട്ടുള്ള ഒരു ഐബ്രോ പെൻസിൽ തന്നെ യൂസ് ചെയ്താലും മതി. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഐ മേക്കപ്പ് ലുക്ക്. ഇത് ഞാൻ എൻ്റെ മറ്റേ ഐസിലും കൂടി ഒന്ന് ചെയ്തിട്ട് വരാം. അടുത്തതായിട്ട് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നൈക്കയുടെ ലിപ്സ്റ്റിക് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നോട്ടി ന്യൂഡ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് ഈ ലിപ്സ്റ്റിക്കിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ കളർ ഷോയിൻ്റെ ബ്ലഷാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ചീക്സിന് ഒരു റോസി പിങ്ക് കളർ കൊടുക്കുന്നത് ഈ ബ്ലഷൊക്കെ ഇടുമ്പോഴാണ്. ബ്ലഷ് നമ്മളുടെ ചീക്സിനൊന്ന് ചിരിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുക. ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്കൊക്കെ ആകുമ്പോഴൊന്നും എല്ലാവരുടെ മുന്നിലും തിളങ്ങണ്ടേ. അതിന് വേണ്ടിയിട്ടൊരു ഹൈലൈറ്റർ മസ്റ്റാണ്. ഞാനിവിടെ ബ്യൂട്ട് കളറിൻ്റെ ഹൈലൈറ്റ് ലിക്വിഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഡോട്ട്സ് ആയിട്ട് എൻ്റെ ഫേസിൻ്റെ ഹൈ പോയിൻറ്റ്സിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ പൊട്ടും ആക്സസറീസും ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് ഇനി വരാം. എല്ലാവരും മേക്കപ്പ് ലുക്ക് കണ്ടില്ലേ? എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. കുറച്ച് പ്രൊഡക്ട്സ് വേണമെന്നുള്ള ഒരു കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ വെച്ച് നല്ലൊരു ഔട്ട്ഫിറ്റും ഒക്കെ ഇട്ട് നല്ല ഇയറിങ്സ് ഒക്കെ ഇട്ട് നമുക്ക് ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമ്മളുടെ ഇയറിങ്സും പിന്നെ നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഒരു ലിപ് കളറൊക്കെ വെച്ച് നമുക്കിത് അടിപൊളിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസ് കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ ആരും വിചാരിക്കണ്ട ഇതെന്തിനാ ചെയ്തിരിക്കുന്നത്, ബിക്കോസ് നമ്മൾ ആരും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന്. നമ്മൾക്ക് അറിയാത്ത കുറേ പേര് ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമാണ്. ഇനിയും കുറേ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. Until next time, this is me Abhina signing off. Bye. Love you all.